വധഭീഷണിയുണ്ടെന്ന് കുംഭമേള വൈറൽ താരവും ഭർത്താവും. നേരെ കണ്ടാൽ വെടിവെച്ചു കൊല്ലുമെന്ന് ഭീഷണി. തങ്ങൾ കേരളത്തിലായതുകൊണ്ടാണ് സുരക്ഷിതരായിരിക്കുന്നതെന്നും ന്യൂസ് 18നോട്. ഫർമാന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി ശശി തരൂർ. നരേന്ദ്രമോദിക്ക് ദീപിക ലേഖനത്തിൽ വാനോളം പുകഴ്ത്തൽ. മോദി ഭരണത്തിൽ സാമ്പത്തിക നവീകരണത്തിലും വികസനത്തിലും അമ്പരപ്പിക്കുന്ന പുരോഗതി. 140 കോടി ജനങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഭരണമികവെന്നും തരൂർ. ഭരണഘടന ഭേദഗതിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി 30 ദിവസം തുടർച്ചയായി തടവിലാക്കപ്പെട്ടാൽ നിർണായക നടപടി. പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വരെ പുറത്താക്കാം. ജൂലൈ 17-ന് JPC-യുടെ അംഗീകാരം ബില്ലിന് കിട്ടിയേക്കുമെന്ന് വിവരം. എതിർപ്പുമായി പ്രതിപക്ഷം. ഹോർമുസിൽ അപകടത്തിൽപ്പെട്ട് കപ്പൽ. ഇറാൻ നിർദ്ദേശിച്ച പാതയിലൂടെ അല്ലാതെ യാത്ര ചെയ്ത കപ്പൽ മണൽത്തിട്ടയിലേക്ക് ഇടിച്ചുകയറി. ദോഹയിൽ പരോക്ഷ സാങ്കേതിക ചർച്ച. വൻ പുരോഗതിയെന്ന് US പ്രസിഡന്റ് ട്രംപ്. പുരോഗതിയെന്ന് ഖത്തറും. യുദ്ധമുണ്ടാക്കിയ ആഗോള പ്രതിസന്ധിയിലും തലയുയർത്തി ഇന്ത്യ. ഒരു പതിറ്റാണ്ടായി ഊർജ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നടത്തിയ ദീർഘകാല നിക്ഷേപങ്ങൾ തുണയായി. LPG ഇറക്കുമതി ടെർമിനലുകളുടെ എണ്ണം 11-ൽ നിന്ന് 22-ആയി. പൈപ്പ് ലൈൻ ശൃംഖല 6242 കിലോമീറ്ററായി വർദ്ധിച്ചു. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ എണ്ണം 27-ൽ നിന്ന് 41-ആയി. തുണയായി 5.33 ദശലക്ഷം ടൺ ശേഷിയുള്ള തന്ത്രപ്രധാന പെട്രോളിയം ശേഖരവും. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റായി സർക്കാർ അട്ടിമറി ആരോപണം. DMK വെട്ടിലാക്കി സെന്തിൽ ബാലാജിയുടെ പങ്കാളിത്തം. 35 കോടി കോഴ ആരോപണത്തിൽ കൂടുതൽ അറസ്റ്റിലേക്ക് പോലീസ്. സിന്ധു നദീജല കരാറിലെ ഇന്ത്യയുടെ കടുത്ത നിലപാടിൽ ഒറ്റപ്പെട്ട് പാകിസ്ഥാൻ. വൈകാരിക പ്രതികരണവുമായി രാഷ്ട്രീയ നേതാക്കൾ. തീരുമാനം നിയമവിരുദ്ധമാണെന്ന് പാക് ഉപപ്രധാനമന്ത്രി. സിന്ധു നദി പാകിസ്ഥാന്റെ ജീവരേഖ എന്ന് ബിലാവൽ ഭൂട്ടോ. എല്ലാ ലോകക്രമങ്ങളും തകർന്നടിയുമെന്ന് പാക് മന്ത്രി മുസാദിഖ് മാലിക്. മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ വികസിപ്പിക്കാൻ ജപ്പാൻ. 2040ഓടെ 1 കോടി AI റോബോട്ടുകൾ വിന്യസിക്കും. ആദ്യഘട്ടത്തിൽ ഫാക്ടറികളിൽ, തുടർന്ന് ലോജിസ്റ്റിക്സ്, റീറ്റെയിൽ, സേവന മേഖലകളിലേക്കും. നിർമ്മിത ബുദ്ധി രംഗത്ത് $600 കോടി നിക്ഷേപം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അനുമതിയിൽ ഇന്ന് നിർണായകം. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെയും കാഷ്യൂ കോർപ്പറേഷൻ മുൻ MD രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. മാസപ്പടിക്കേസിൽ വീണ തൈക്കണ്ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ED. ഹാജരാകാൻ നോട്ടീസ് അയക്കും. ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA-യുടെ അക്കൗണ്ട് വിവരങ്ങളുടെ പരിശോധനയും ഉടൻ. ഓപ്പറേഷൻ നിംകൂറിൽ നടപടി തുടരാൻ കസ്റ്റംസ്. ഭൂട്ടാൻ കാർ കടത്തിൽ നടൻ ദുൽഖർ സൽമാനെതിരെ നിയമ നടപടികൾ തുടരും. ചോദ്യം ചെയ്യൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി. നടി അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെ ചോദ്യം ചെയ്യാൻ പോലീസ്. നടപടി എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം. കേസെടുത്തത് ജിഹാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ. ഇംഗ്ലണ്ടും ബെൽജിയവും ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. കോങ്കോയെ തോൽപ്പിച്ചത് ഹാരി കെയ്ന്റെ ഇരട്ട ഗോൾ മികവിൽ. 2 ഗോളിന് പിന്നിൽ ശേഷം സെനഗലിനെ വീഴ്ത്തി ബെൽജിയം. ബോസ്നിയക്കെതിരെ USA മുന്നിൽ.